ന്യൂസ്. രാജ്യസഭാ സീറ്റ് ലഭിക്കാത്തതിലുള്ള പ്രതിഷേധം പരസ്യമായി പ്രകടിപ്പിച്ച RJD LDFിലേക്ക് വലിഞ്ഞു കയറി വന്നവരല്ലെന്നും ക്ഷണിച്ചുകൊണ്ടാണ് മുന്നണിയുടെ ഭാഗമായതെന്നും RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ്കുമാർ പറഞ്ഞു. UDFിൽ നിന്നും ക്ഷണം വന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം RJDക്ക് മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ടെന്നും പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ മന്ത്രിസ്ഥാനമെന്ന ആവശ്യം RJD ഉന്നയിച്ചിരുന്നു. അന്നത് ലഭിച്ചില്ലെങ്കിലും 2.5 വർഷത്തിന് ശേഷമുള്ള പുനഃസംഘടനയിൽ മന്ത്രിസ്ഥാനം കിട്ടുമെന്നായിരുന്നു പാർട്ടിയുടെ പ്രതീക്ഷ. എന്നാൽ അതുണ്ടായില്ല. നേരത്തെ 2019 CPIക്ക് വിട്ടു നൽകിയ രാജ്യസഭാ സീറ്റ് ഇത്തവണ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയും അവർക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷയും അസ്ഥാനത്തായതോടെയാണ് RJD പരസ്യമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഇടതുമുന്നണിയിൽ കടുത്ത അവഗണനയാണ് നേരിടേണ്ടി വരുന്നതെന്ന് RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ്കുമാർ പറഞ്ഞു. 2018 നമ്മൾ LDFിൽ എത്തിയത്. ഞങ്ങൾ ക്ഷണിച്ചിട്ടാണ് ഞങ്ങൾ പോയത്, അല്ലാതെ ഞങ്ങളാരും മുമ്പിൽ വാതിൽ മുട്ടി നിന്നിട്ടൊന്നുമില്ല. അതിനുശേഷം 1 വർഷം കഴിഞ്ഞിട്ടാണ് മുന്നണിയിലെടുത്തത്. അതിൽ ഞങ്ങൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലായി പാർട്ടി നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മുന്നണിയിലും മുന്നണി നയിക്കുന്ന CPIനും ഞങ്ങൾ കത്ത് നൽകിയിട്ടുണ്ട്, പലരും സംസാരിച്ചിട്ടുണ്ട്. കാര്യമായ പരിഗണന നമുക്ക് ലഭിച്ചിട്ടില്ല. 2018 LDFിലേക്ക് വരുമ്പോൾ രാജ്യസഭാ സീറ്റുമായാണ് തങ്ങൾ വന്നത്. അത് 2019 CPIക്ക് വിട്ടു നൽകി. എന്നാൽ ഇത്തവണ അത് വിട്ടു നൽകാനുള്ള മാന്യത CPI കാട്ടിയില്ല. മുന്നണിയിൽ ചിലർക്ക് മാത്രം പ്രത്യേക പരിഗണന ലഭിക്കുകയാണ്. RJDക്ക് കൂടിയ അവഗണനയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രത്യേക പരിഗണന മാത്രം ചില ആൾക്കാർക്ക് ലഭിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞങ്ങൾക്ക് അനർഹമായ ഒരു കാര്യം ഞങ്ങൾ ചോദിക്കുന്നില്ല. ഓരോ പാർട്ടികളുടെയും ഗ്രൗണ്ടിലുള്ള റിയാലിറ്റി മനസ്സിലാക്കട്ടെ, അതനുസരിച്ചിട്ടുള്ള അംഗീകാരം ഞങ്ങൾക്ക് നൽകണം. UDFിൽ നിന്നും RJDക്ക് ക്ഷണമുണ്ട്. അത്ര ഡിമാൻഡില്ലാത്ത പാർട്ടിയല്ല RJD. മന്ത്രിസ്ഥാനം തുടക്കം മുതലുള്ള ആവശ്യമാണ്. പദവിയല്ല പ്രശ്നം, പാർട്ടിക്ക് അംഗീകാരം നൽകാത്തതാണ് പ്രശ്നമെന്നും ശ്രേയാംസ് തുറന്നടിച്ചു. ഞങ്ങളെല്ലാവരും ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ ആൾക്ക് ആവശ്യമില്ലാത്ത പാർട്ടിയൊന്നുമില്ല. ഞങ്ങൾ ഇടതുപക്ഷത്തിലെ തീരുമാനം വരുമ്പോൾ എന്തോ ഈ രീതിയിൽ അവഗണന വരുന്നു എന്നുള്ളത് ഞാൻ പറയുന്നു. പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം നമ്മൾ മുന്നണിക്കുള്ളാണല്ലോ നമ്മളാക്കുക. CPIM സൈബർ ഹാൻഡിലുകൾ ഇനിയും തന്നെ വേട്ടയാടിക്കോട്ടെ. അച്ഛനെയും അമ്മയെയും പറഞ്ഞ് വേട്ടയാടുന്നത് സംസ്കാരശൂന്യമാണ്. പരിഗണന കിട്ടാത്തതിൽ പാർട്ടി പ്രവർത്തകർക്ക് വലിയ പ്രതിഷേധമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. RJDയുടെ ഈ തുറന്നു പറച്ചിൽ രാഷ്ട്രീയ മാറ്റത്തിന്റെ ദിശാസൂചികയായാണ് വിലയിരുത്തപ്പെടുന്നത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി തെലുങ്ക് ദേശം പാർട്ടി നേതാവ് ചന്ദ്രബാബു നായിഡു അധികാരമേറ്റു. വിജയവാഡയിൽ നടന്ന പ്രൗഢഗംഭീര ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ പങ്കെടുത്തു.